ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റായ കാറ്റേ കടലേ എന്ന് പറയുന്ന യൂണിറ്റും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള മലയാളത്തിലെ എല്ലാ പാഠഭാഗങ്ങളും അതിലെ ചോദ്യോത്തരങ്ങളും പാഠഭാഗം വിശദീകരണവും എല്ലാം കൂടെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യോത്തരങ്ങൾ ലഭിക്കാത്തതോ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 കാറ്റേ കടലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിർഭയ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. സുഗതകുമാരിയുടെ വരികളാണത്. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. അപ്പോൾ സുഗതകുമാരിയുടെ നിർഭയ എന്ന് പറയുന്നതിൽ നിന്നെടുത്ത 3 വരികളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാനത്തും താഴത്തും എന്നത് നോക്കാം. മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളുമൊക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി. എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത്? അപ്പോൾ എന്താണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്? മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും അങ്ങനെ മറ്റുള്ള എല്ലാ ജീവികളും ഒക്കെ ചേരുന്നതാണല്ലേ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് എന്ന് നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് ഈ ഒരു യൂണിറ്റിലൂടെ നോക്കാമല്ലേ. ആദ്യം തന്നെ നമുക്ക് കുരുത്തോലക്കിളി ഈ ജിനൻ എഴുതിയ ഒരു കാറ്റു പറഞ്ഞത് എന്ന കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കവിതയൊന്ന് നോക്കാം. കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം, തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ, തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ, വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീടിനകത്തും പുറത്തും. അപ്പോൾ എന്താണ് പറയുന്നത്? കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ കണ്ടുകിട്ടാൻ എന്ത് മാർഗം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കാറ്റ് നമുക്ക് കണ്ണിലൂടെ കാണാൻ സാധിക്കില്ല അല്ലേ, പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ കണ്ടുകിട്ടാൻ എന്ത് മാർഗമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ കവി. തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട്. അപ്പോൾ എന്താണ് കാറ്റ് പറയുന്നത്? നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട്, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നിന്നെ. അപ്പം എന്താണ് തൊട്ടിലാട്ടി? അതായത് ആ കുഞ്ഞു നാൾ മുതലേ തന്നെ നമ്മുടെ കാറ്റ് നമ്മളെ അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീടിനകത്തും പുറത്തും. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകത്തും പുറത്തും ഒക്കെ നമുക്ക് വീശി ഒരു സുഖം തരുന്നുണ്ടല്ലേ. അതൊക്കെയാണ് അവിടെ പറയുന്നത്. ആലിനിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും, പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. അപ്പോൾ എങ്ങനെയാണ് കാറ്റിനെ കാണുന്നത്? ആലിനിലകൾ, അതായത് ആൽമരത്തിൻ്റെ ഇലകളും മാവിൻ്റെ ഇലകളും മറ്റുമൊക്കെ അങ്ങനെ ആടുമ്പോൾ നമുക്ക് കാറ്റുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ നമ്മൾ പീപ്പിയും ഓടക്കുഴലും മറ്റുമൊക്കെ പാടുമ്പോഴും നമ്മൾ കാറ്റിനെ കേൾക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാറ്റ് പറയുന്നത്. പിന്നെ എന്താണ്? ആഴിത്തിരകൾക്കു മീതെ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കുപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ കാറ്റിനെ രുചിക്കുന്നത്? ആഴിത്തിരകൾക്കു മീതെ, അതായത് കടലിലെ തിരകൾക്ക് മീതെയായിട്ട് കാറ്റ് ഓടിക്കളിച്ച ശേഷം അത് ഓടി നിന്നാവിലേക്ക്, അതായത് നമ്മുടെ നാവിലേക്ക് ഉപ്പായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഉപ്പായിട്ട് നമ്മൾ രുചിക്കുമ്പോൾ അതിൻ്റെ രുചിയും കൂടെ നമ്മൾ അറിയുന്നുണ്ട്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞെ, നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. അപ്പോൾ എന്താണ്? സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ആ ഒരു സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൻ്റെ ആ ഒരു ഗന്ധം നമ്മൾ അറിയുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഈ കാറ്റ് വീശുന്നത് കൊണ്ടാണല്ലേ നമ്മൾ ആ ഒരു സുഗന്ധം നമ്മുടെ മൂക്കിലേക്കും എത്തുന്നത്. അതുപോലെ തന്നെ കാറ്റ് നമ്മുടെ ശ്വാസമായി നമ്മുടെ കൂടെ എന്നും നടക്കും എന്നാണ് കാറ്റിവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് കുരുത്തോലക്കിളി ഈ ജിനൻ എഴുതിയ കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റ് പറഞ്ഞത് എന്ന ഈ ഒരു കവിത കൂട്ടുകാരെല്ലാവരും നന്നായി വായിച്ചു നോക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു കവിതയുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ ഓരോന്നായി നോക്കാം.
ആദ്യത്തെ ചോദ്യം എന്താണ്? തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത്? അപ്പോൾ കാറ്റ് പറഞ്ഞത് എന്ന ഈ ഒരു കവിതയിൽ കാറ്റിനെ കാണാനായിട്ട് ഒരുപാട് വഴികൾ കാറ്റ് നമുക്ക് തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലേ. അപ്പോൾ അത് എന്തൊക്കെ വഴികളാണ് കാറ്റ് പറഞ്ഞു തരുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം: കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ അരികിലായി താനുണ്ട് എന്നാണ് കാറ്റ് പറയുന്നത്. തൊട്ടിലാട്ടുന്ന കാലം തൊട്ട് തൊട്ടു തലോടുന്നതാണ് താനാണ് എന്നാണ് കാറ്റ് പറയുന്നത്. വീടിനകത്തും പുറത്തും വീശി തരാനും കാറ്റ് വരുന്നുണ്ട്. ആലിലകളും മാവിനിലകളും മറ്റും ആടുന്നതും കാറ്റിൻ്റെ സഹായത്തോടെയാണ്. ഇവിടെ കാറ്റ് സ്പർശമായാണ് വരുന്നത്. പീപ്പിയും ഓടക്കുഴലും വായിക്കുമ്പോൾ മനോഹരമായ ശബ്ദം വരുന്നതും കാറ്റിൻ്റെ സഹായത്തോടെയാണ്. വിശാലമായി പരന്നു കിടക്കുന്ന കടലിനു മുകളിൽ വീശുന്ന കാറ്റും ഉപ്പുരസമായി നമ്മുടെ നാവിൽ വന്നു തുടങ്ങുന്നു. ഇവിടെ കാറ്റ് രുചിയായാണ് വരുന്നത്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്ന് ഗന്ധമായി കാറ്റ് നമ്മുടെ അരികിലെത്തുന്നു. തന്നെ കൊണ്ട് നടക്കുന്ന ജീവശ്വാസമായും ഞാനുണ്ട് എന്നാണ് കാറ്റ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഞങ്ങൾ 5 എന്ന കവിത ടീച്ചർ ചൊല്ലി തന്നല്ലോ. കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ 5 എന്ന് പറയുന്ന ഒരു കവിത കൂട്ടുകാർക്ക് ടീച്ചർ ചൊല്ലിത്തരും. അതും ആ കവിതയും കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർക്ക് ടീച്ചർ പറഞ്ഞു തരൂ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ചോദ്യം: അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്നു കണ്ടെത്തൂ. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതൂ. അപ്പോൾ അക്ഷരങ്ങളുടെ അക്ഷരാവർത്തനം വരുന്ന കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ആവർത്തനം വരുന്ന വരികൾ നോക്കാം. ഉത്തരമാണ്: കണ്ണിൽ പെടാത്ത ഒരു കാറ്റെ നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. അപ്പോൾ ഇതിലൊക്കെ ആവർത്തനം വരുന്ന വാക്കുകളുണ്ടല്ലേ. അടുത്തതാണ്: തൊട്ടിലിൽ ആട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. അടുത്ത വരിയാണ്: സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും. അപ്പോൾ ഇത്രയൊക്കെ വരികളാണ് അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്ന വരികൾ. അടുത്ത ചോദ്യം: കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ കവിതയുടെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തതാണ് ഈജീൻ എഴുതിയ കുരുത്തോലക്കിളി എന്ന കവിതാ സമാഹാരത്തിലെ മനോഹരമായ ഒരു കവിതാ ഭാഗമാണ് കാറ്റു പറഞ്ഞത്. ഒരു കുട്ടിക്ക് കാറ്റിനെ കാണാത്തതിൽ ഉള്ള സംശയവും താൻ എങ്ങനെയൊക്കെ പ്രകൃതിയിൽ ഉണ്ട് എന്ന കാറ്റിൻ്റെ മറുപടിയുമാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റിനെ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. തൊട്ടിലാട്ടുമ്പോഴും വീശുമ്പോൾ കാറ്റിനെ തൊട്ട് അറിയാൻ നമുക്ക് സാധിക്കും. ആൽമരത്തിൻ്റെ ഇലകളും ആവിലകളും മറ്റും ആടുമ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുന്നു. പീപ്പിയും ഓടക്കുഴലും ഊതുമ്പോൾ കാറ്റിൻ്റെ സഹായത്തോടെ ഉണ്ടാകുന്ന സംഗീതത്തിലൂടെ കാറ്റിനെ കേൾക്കാനും നമുക്ക് കഴിയുന്നു. കടലിലൂടെ വീശി വരുന്ന കാറ്റ് നാവിൽ ഉപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെ നാം കാറ്റിനെ അറിയുന്നു. പൂക്കളിലെ സുഗന്ധത്തിലൂടെ ഗന്ധമായി കാറ്റിനെ നാം അറിയുന്നു. നമ്മുടെ ജീവശ്വാസമായി കാറ്റ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കാറ്റ് പറഞ്ഞത് എന്ന ഈ കവിത കുട്ടികൾക്ക് പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ നിരീക്ഷണ ബുദ്ധിയോടെ കാണുന്നതിനും സഹായിക്കുന്നു. ലളിതമായ ഭാഷയും മനോഹരമായ ഭാവനയും ഈ കവിതയെ കൂടുതൽ ആസ്വാദകരമാക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ കുറിപ്പ്. അടുത്തത് അവസാനത്തെ ചോദ്യം: കുട്ടിക്കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ടു കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഉത്തരം: സമയം, കാലം, സന്തോഷം, സങ്കടം, ചിന്തകൾ, മനസ്സ്, സ്നേഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അനുഭവിച്ചറിയാൻ സാധിക്കുന്നവയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പാഠഭാഗവും അതേപോലെ ഈ കവിതയുടെ കുറിപ്പും അതുപോലെ ഈ ചോദ്യോത്തരങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത പാഠഭാഗമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.